നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ യുഡിഎഫിന്റെ തകർപ്പൻ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. ഹൈക്കമാൻഡ് നിർണായക തീരുമാനമെടുക്കാനിരിക്കെ ആരാകും മുഖ്യമന്ത്രി എന്ന ആകാംക്ഷയിലാണ് യുഡിഎഫ് പ്രവർത്തകർ. തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനെ മുന്നിൽ നിന്ന് നയിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോ അതോ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയോ അതോ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലോ ആരാകും മുഖ്യമന്ത്രി ചർച്ചയിൽ മുന്നിലെത്തുക എന്നതാണ് ആകാംക്ഷ. കെ.സി. വേണുഗോപാലിനാണ് ഭൂരിഭാഗം എം.എൽ.എമാരുടെയും പിന്തുണയെന്ന അവകാശവാദം ഉയർന്നതോടെ തർക്കങ്ങൾ മുറുകുകയാണ്. അതേസമയം മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് അതിൻ്റെതായ സവിശേഷമായ രീതികളുണ്ട് എന്നതാണ് ചരിത്രം തെളിയിക്കുന്നത്. കേരളത്തിൽ മുൻപ് 4 തവണ നിയമസഭാ അംഗമല്ലാത്തവർ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസിൽ അത്തരം സാഹചര്യം 2 തവണയാണ് ഉണ്ടായത്. ഈ 2 ചരിത്ര സന്ദർഭങ്ങളിലും മുഖ്യമന്ത്രി പദവിയിലെത്തിയത് എ.കെ. ആന്റണിയായിരുന്നു. 1977 കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ അത്തരമൊരു ആദ്യത്തെ സംഭവം അരങ്ങേറുന്നത്. രാജൻ കേസിലെ കോടതി പരാമർശത്തെ തുടർന്ന് കെ. കരുണാകരൻ രാജിവെച്ചപ്പോൾ പകരം ഒരാളെ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. അന്ന് എം.എൽ.എ. അല്ലാതിരുന്ന കെ.പി.സി.സി പ്രസിഡന്റ് എ.കെ. ആന്റണിയെ മുഖ്യമന്ത്രിയാക്കുക എന്ന നിർദ്ദേശം CPI നേതാവ് M.N. ഗോവിന്ദൻ നായരാണ് മുന്നോട്ട് വെച്ചത്. മറ്റു 3 പേരുകൾ കൂടി ചർച്ചയിലുണ്ടായിരുന്നെങ്കിലും ഹൈക്കമാൻഡ് നിരീക്ഷകൻ C. സുബ്രഹ്മണ്യം ആന്റണിയെ ഉറപ്പിക്കുകയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി അന്ന് 37-ാം വയസ്സിൽ ആന്റണി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം അവിവാഹിതനായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. സ്ഥാനത്തിന് വേണ്ടി നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിക്കുന്ന രീതിക്ക് വിരുദ്ധമായി ആന്റണിയെ മുഖ്യമന്ത്രി പദവി ഏറ്റെടുക്കാൻ നിർബന്ധിക്കുകയായിരുന്നുവെന്ന് അന്നത്തെ നിരീക്ഷകർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നും തലൈക്കുന്നിൽ ബഷീർ രാജിവെച്ച ഒഴിവിലാണ് ആന്റണി ഉപതെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിലെത്തിയത്. എന്നാൽ 1.5 വർഷത്തിനു ശേഷം കോൺഗ്രസ് പിളർന്നപ്പോൾ ഇന്ദിരാഗാന്ധിയോടുള്ള രാഷ്ട്രീയ വിയോജിപ്പിനെ തുടർന്ന് അദ്ദേഹം സ്വയം രാജിവെച്ചു. തുടർന്ന് 1995-ൽ സഭാംഗമല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യം കോൺഗ്രസിൽ രണ്ടാമതുമുണ്ടായി. ഇത്തവണയും കരുണാകരന്റെ രാജിക്ക് പിന്നാലെയായിരുന്നു ആന്റണിയുടെ രംഗപ്രവേശം. ചാരക്കേസ് വിവാദങ്ങളെ തുടർന്ന് കരുണാകരൻ പടിയിറങ്ങിയപ്പോൾ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ആന്റണിയെ ഹൈക്കമാൻഡ് തിരിച്ചു വിളിക്കുകയായിരുന്നു. ആന്റണിയെ മുഖ്യമന്ത്രിയാക്കാൻ പ്രത്യേക വിമാനത്തിലാണ് കേരളത്തിലേക്ക് എത്തിച്ചത്. വ്യോമസേനയുടെ പ്രത്യേക വിമാനമായ രാജഹംസയിൽ ആന്റണി മുഖ്യമന്ത്രിയാകാൻ എത്തി. എന്നാൽ ഈ സ്ഥാനാരോഹണ ചടങ്ങ് വലിയ നാടകീയ മുഹൂർത്തങ്ങൾക്കാണ് അന്ന് തിരുവനന്തപുരത്ത് വഴിയൊരുക്കിയത്. നിയമസഭാ കക്ഷി യോഗത്തിൽ കരുണാകരൻ തന്നെ ആന്റണിയുടെ പേര് നിർദ്ദേശിച്ചെങ്കിലും സാങ്കേതികമായ ചില തടസ്സങ്ങൾ ലീഡർ ബോധപൂർവ്വം സൃഷ്ടിക്കുകയായിരുന്നു. നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു എന്ന കൃത്യമായ കത്ത് രാജ്ഭവന് നൽകാൻ കരുണാകരൻ തയ്യാറായില്ല. വയലാർ രവിയും PC ചാക്കോയും ഉൾപ്പെടെയുള്ള നേതാക്കൾ കരുണാകരന്റെ അനുമതിക്കായി ക്ലിഫ് ഹൗസിലെത്തിയെങ്കിലും അദ്ദേഹം നീന്താൻ പോയി എന്ന മറുപടിയാണ് ലഭിച്ചത്. ഒടുവിൽ ട്രെയിൻ മാർഗം ഗുരുവായൂരിലേക്ക് പോയ കരുണാകരനെ യാത്രയ്ക്കിടയിൽ കണ്ട് സമ്മതം വാങ്ങിയാണ് ഗവർണർക്ക് കത്ത് കൈമാറിയത്. അന്ന് മുസ്ലിം ലീഗിന്റെ ഉറച്ച സീറ്റായ തിരൂരങ്ങാടിയിൽ മത്സരിച്ചാണ് ആന്റണി പിന്നീട് നിയമസഭയിലെത്തിയത്. കോൺഗ്രസിന് പുറമെ C. അച്യുതമേനോൻ, E.K. നായനാർ എന്നിവരും M.L.A. അല്ലാതിരിക്കെ മുഖ്യമന്ത്രി പദവിയിലെത്തിയവരാണ്. 1969-ൽ EMS സർക്കാരിന്റെ പതനത്തിന് പിന്നാലെ രാജ്യസഭാംഗമായിരിക്കെയാണ് C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായത്. അദ്ദേഹം കൊട്ടാരക്കരയിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച സഭയിലെത്തുകയായിരുന്നു. 1996-ൽ ഇടതുമുന്നണി അധികാരത്തിലെത്തിയപ്പോൾ V.S. അച്യുതാനന്ദൻ അപ്രതീക്ഷിതമായി മാരാരിക്കുളത്ത് പരാജയപ്പെട്ടതാണ് E.K. നായനാർക്ക് വഴി തുറന്നത്. അന്ന് V.S. തന്നെയാണ് നായനാരുടെ പേര് നിർദ്ദേശിച്ചതെന്നതും ചരിത്രം. തലശ്ശേരി മണ്ഡലത്തിൽ നിന്നും ജയിച്ചാണ് നായനാർ പിന്നീട് മുഖ്യമന്ത്രി പദം ഉറപ്പിച്ചത്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഉടനടി M.L.A. അല്ലാത്ത ഒരാൾ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ സാഹചര്യം നിലവിലില്ല. 1977-ലും 1995-ലും ഇടക്കാലത്തുണ്ടായ ഭരണമാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ആന്റണിക്ക് അത്തരം അവസരങ്ങൾ ലഭിച്ചത്. എന്നാൽ 2026-ലെ ഈ ഉജ്ജ്വല വിജയത്തിന് ശേഷം ഹൈക്കമാൻഡ് ആരെയാണ് നിയോഗിക്കുക എന്നതിൽ ആകാംക്ഷ വർദ്ധിക്കുകയാണ്. കോൺഗ്രസിലെ പ്രബല നേതാക്കൾ എല്ലാവരും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു വന്നവരാണെന്ന പ്രത്യേകതയും ഈ തിരഞ്ഞെടുപ്പിനുണ്ട്. എങ്കിലും കീഴ്വഴക്കങ്ങൾക്കപ്പുറം ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ പുതിയൊരു ചരിത്രത്തിന് വഴിയൊരുക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഹൈക്കമാൻഡ് നിരീക്ഷകർ കേരളത്തിലെത്തി M.L.A.മാരുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം അന്തിമ തീരുമാനമെടുക്കും. ഇതിനിടയിലാണ് ഈ പഴയ ചരിത്രങ്ങളും ചർച്ചയാകുന്നത്.